ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്ന് തിരുസഭാ മാതാവ് വചന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ്. ധനികന്റെയും ലാസറിന്റെയും ഉപമയിലൂടെ സമ്പത്ത് ശരിയായി വിനിയോഗിക്കുന്നവരായി നാം മാറണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു. ധനികനായൊരു മനുഷ്യൻ സ്വന്തം സുഖഭോഗത്തിനായി സമ്പത്ത് വിനിയോഗിക്കുകയും അയൽക്കാരനായ ദരിദ്രനെ പരിഗണിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അവന് നഷ്ടമായത് ദൈവരാജ്യ പ്രവേശനമാണ്. ഈ ഉപമയിലൂടെ യഹൂദരുടെ ചില വിശ്വാസ പ്രമാണങ്ങളെ പൊളിച്ചെഴുതുകയാണ് ഈശോ ചെയ്യുന്നത്. സമ്പത്ത് ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണമാണെന്നും ധനവാൻ ദൈവപുത്രനാണെന്നും നിത്യസമ്മാനത്തിന് അവകാശിയെന്നും കരുതിപ്പോന്നു. ദരിദ്രൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനെന്നാണ് അവരുടെ മറ്റൊരു വിശ്വാസം. ലാസർ പാപിയായതിനാലാണ് ദൈവം അവനെ ശിക്ഷിക്കുന്നത്, രോഗപീഠകളാൽ വലയാൻ അനുവദിക്കുന്നത് എന്നവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ വിപരീതമായ രീതിയിലാണ് ഇവരുടെ മരണാനന്തര ജീവിതം നമുക്ക് കാണാൻ സാധിക്കുക. ചെമന്ന പട്ടുവസ്ത്രം ധരിച്ച് മൃഷ്ടാന ഭോജനം ആസ്വദിച്ച ധനികൻ പാതാളത്തിൽ കഠിന വേദന അനുഭവിക്കുന്നു. ദരിദ്രനായ ലാസർ മരണശേഷം ദൈവദൂതന്മാരാൽ സംവഹിക്കപ്പെട്ട് ദൈവപുത്രസ്ഥാനം ആസ്വദിച്ച് അബ്രാഹത്തിന്റെ മടിയിൽ കിടക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ദൈവ സാന്നിധ്യവും സ്വർഗവും നഷ്ടപ്പെട്ട ധനികൻ പിതാവായ അബ്രാഹത്തോട് എന്നിൽ കനിയേണമേയെന്നും ലാസർ വഴി തൻ്റെ ദാഹത്തെ നിത്യനരകാഗ്നിയിലെ കഠിനയാതനയെ തണുപ്പിച്ച് ആശ്വസിപ്പിക്കണമെന്നും അപേക്ഷിക്കുന്നുണ്ട്. അബ്രഹാം ഇപ്രകാരം പറയുന്നുണ്ട്: ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു ഗർത്തമുണ്ട്, അതിനാൽ എനിക്ക് നിന്നെ സഹായിക്കാൻ നിർവാഹമില്ല. സ്വർഗത്തിനും നരകത്തിനുമിടയിലെ ഗർത്തം ധനവാന്റെ തന്നെ സംഭാവനയാണ്. ധനവാൻ തൻ്റെ ജീവിതകാലത്ത് തൻ്റെ പടിവാതിക്കൽ കിടന്നിരുന്ന ലാസറിനെ അകറ്റി നിർത്തി സ്വർഗത്തിനും നരകത്തിനുമിടയിൽ ഗർത്തം തീർക്കുകയായിരുന്നു. ഈ ഉപമയിലൂടെ ദൈവം നമ്മോട് പറയുന്നൊരു കാര്യം, നാം കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ നിത്യസൗഭാഗ്യം നൽകുമെന്നോ നമുക്ക് സമ്പത്തുണ്ടായാൽ നരകയാതന അനുഭവിക്കും എന്നല്ല, ആവശ്യക്കാരനുമായി പങ്കുവച്ചില്ല എന്നതാണ് ധനവാന് സ്വർഗം നഷ്ടപ്പെടാൻ കാരണം. ഒരിക്കൽ മദർ തെരേസ പ്രകാരം പറയുന്നു: ഒത്തിരിയേറെ പേര് ദാരിദ്ര്യം മൂലം മരണമടയുന്നത് ദൈവം അവരെ പരിഗണിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ദൈവം നൽകിയ സമ്പത്ത് ധനികർ ശരിയായി വിനിയോഗിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. കഷ്ടതയുടെ നാളുകളിൽ രക്ഷിക്കുന്ന സ്നേഹമായി ദൈവം നിന്റെ ചാരെ വരും, നിന്നെ വഴി നടത്തും. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരുനാഥൻ നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കാതുകൾക്ക് പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ദൈവത്തിൻ്റെ സ്വരം കേട്ട് സ്വർഗം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ.